അമേരിക്കൻ മുൻ പ്രസിഡന്റും നിലവിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്ന വധശ്രമത്തിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയെന്ന് റിപ്പോർട്ടുകൾ. യുഎസ് രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്രംപിനെ വധിക്കാനുള്ള പദ്ധതിയിൽ ഇറാന് പങ്കുണ്ടെന്നാണ് പുതിയ വാദം. യുഎസ് രഹസ്യാന്വേഷണ വിഭാഗവുമായി സഹകരിക്കുന്ന 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ ശനിയാഴ്ച നടന്ന പരിപാടിക്കിടെ ഉണ്ടായ വധശ്രമത്തിൽ ഇറാന് പങ്കുണ്ടോ എന്നതിന് തെളിവില്ല. ട്രംപിന് നേരെയുള്ള ഇറാന്റെ ഭീഷണികൾ സംബന്ധിച്ച് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ജോ ബൈഡൻ ഭരണകൂടത്തിന് രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ട്രംപിനെ കൊല്ലാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പോലും സജീവമായി നടക്കുന്നുണ്ടെന്നാണ് വിവരം. 2020 ഇറാന്റെ ഉന്നത സൈനിക ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായാണ് ഇറാൻ ട്രംപിനെ ലക്ഷ്യമിടുന്നത്. വരും ആഴ്ചകളിൽ ട്രംപിനെ വധിക്കാൻ കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്താണ് ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നത്. ബരാക് ഒബാമ ഭരണകൂടവുമായി ഇറാൻ ഒപ്പിട്ട ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതും ട്രംപിന്റെ കാലത്തായിരുന്നു. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ യുഎസ് ഇറാൻ ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരുന്നു. ശനിയാഴ്ച പെൻസിൽവാനിയയിൽ നടന്ന റാലിയിൽ 20-കാരനായ തോമസ് മാത്യു ക്രൂക്സ് മുൻ പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുൻപ് ട്രംപിനെ വധിക്കാൻ ഇറാനിയൻ ഗൂഢാലോചന നടത്തുന്നതിനെ കുറിച്ച് യുഎസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചതായി CNN നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവത്തോട് ദേശീയ രഹസ്യാന്വേഷണ വിഭാഗമോ ട്രംപിന്റെ പ്രചാരണ വിഭാഗമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഓൺലൈനിലൂടെയുള്ള തെറ്റായ പ്രചാരണങ്ങളിലൂടെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ഇറാൻ ഭീഷണി ഉയർത്തിയിരുന്നു. അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനുള്ള ഇറാൻ ശ്രമങ്ങൾക്കെതിരെ യുഎസ് ഉദ്യോഗസ്ഥർ വർഷങ്ങളായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഗൂഢാലോചന സജീവമായി നടക്കുന്നുണ്ടെന്ന കാര്യം അമേരിക്ക ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും അത്തരം ആക്രമണങ്ങൾ തടയാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ശനിയാഴ്ച വൈകുന്നേരം 6:45-നാണ് പെൻസിൽവാനിയയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ട്രംപിന് നേരെ വധശ്രമമുണ്ടായത്. വലതു ചെവിയുടെ മുകൾ വശത്ത് പരുക്കേറ്റ ട്രംപിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊരുക്കിയിരുന്ന വേദിക്ക് സമീപത്തുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിന് മുകളിൽ നിന്നാണ് ക്രൂക്സ് എന്ന ചെറുപ്പക്കാരൻ വെടിയുതിർത്തത്. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല.